കഴിഞ്ഞ തവണത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പാക്കാതെ പോയ ഒട്ടനവധി പദ്ധതികളാണ് കൊല്ലം ജില്ലയിലുള്ളത്. മത്സ്യബന്ധന, ടൂറിസം മേഖലകളിൽ ആശ്വാസകരമാകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ജില്ല. കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പാക്കാതെ പോയ കൊല്ലം ജില്ലയിലെ വിവിധ പദ്ധതികളും പരിശോധിക്കാം. കൊല്ലം ജില്ലയിൽ മത്സ്യബന്ധനം, ടൂറിസം മേഖലകൾ ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനായി കാത്തിരിക്കുന്നത്. ഇരു മേഖലകളെയും പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റായിരുന്നു കഴിഞ്ഞ തവണത്തേത്. മത്സ്യബന്ധന മേഖലയിൽ സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച വിവിധ ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതും മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു. തീരദേശ മേഖലയ്ക്ക് അർഹമായ വിഹിതം മാറ്റിവെച്ചുകൊണ്ടുള്ള ബജറ്റാണ് ജില്ലയും പ്രതീക്ഷിക്കുന്നത്. തീരദേശ മേഖലയ്ക്ക് നീണ്ടകര പ്രോജക്റ്റ് അടക്കം നിരവധി പദ്ധതികൾ കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായിരുന്നു. അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്ന നിരവധി പദ്ധതികൾ ഇടക്കാല ബഡ്ജറ്റിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലും ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാതിരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലും കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം പാഴ്വാക്കായി. ഇനിയെങ്കിലും അവർക്ക് ജീവിത നിലവാരം ഉയർന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അഷ്ടമുടി ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിഞ്ഞ തവണ 50 കോടി രൂപ അനുവദിച്ചുവെങ്കിലും മാലിന്യ നീക്കം നടക്കുന്നതേയുള്ളൂ. ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമായിരുന്ന പദ്ധതിയായിരുന്നു ഇത്. വന്യജീവി ആക്രമണം നേരിടാൻ 50.85 കോടി രൂപയുടെ പദ്ധതിയാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് പ്രഖ്യാപനം ആശ്വാസമായിരുന്നുവെങ്കിലും ഇപ്പോഴും ഇതിന് ആവശ്യമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വളർത്തു മൃഗങ്ങൾക്ക് തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ പെറ്റ് ഫുഡ് ഫാക്ടറി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കൊല്ലം കോർപ്പറേഷന് മുഖം മിനുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കൽ, വിനോദ സ്ഥലങ്ങൾ സജ്ജമാക്കൽ തുടങ്ങിയവ ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ നഗരം എത്രത്തോളം മുഖം മിനുക്കിയെന്നത് ചോദ്യചിഹ്നമാണ്. തങ്കശ്ശേരിയിൽ മ്യൂസിയവും ഓഷ്യനേറിയവും സ്ഥാപിക്കാൻ 10 കോടിയാണ് വകയിരുത്തിയത്. എന്നാൽ ഇതും നടപ്പിലായില്ല. പീരങ്കി മൈതാനത്ത് കല്ലുമല സ്ക്വയർ സ്ഥാപിക്കാൻ 5 കോടി കഴിഞ്ഞ വർഷം വകയിരുത്തി. ഇതും നടപ്പാക്കാതെ പോയ പദ്ധതികളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ നടപ്പാക്കാതെ പോയ ഒട്ടനവധി പദ്ധതികളുടെ നീണ്ട പട്ടികയാണ് കൊല്ലത്തിന് പറയാനുള്ളത്. ജനം, കൊല്ലം.